ഉപജ്ഞാതാവിന് പോലും ഉന്മൂലനം ചെയ്യാൻ പറ്റാത്ത അത്രയും വളർന്ന ഒരു കണ്ടുപിടുത്തത്തിൽ ഒരെണ്ണമാണ് ഈ ഓറിയോ ബിസ്ക്കറ്റ്. അത് വെച്ചൊരുത്തം പക്കോട് ഉണ്ടാക്കിയേക്കണ്. സ്ട്രീറ്റ് ഫുഡിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ മണ്ടന്മാർക്കും മൊണ്ണകൾക്കാണല്ലോ മാർക്കറ്റ് കൂടുതൽ. മനുഷ്യ സഹജമായതൊന്നും ഓമര് മനസ്സാവാച ചെയ്യൂല. അതുണ്ട് വേറൊരു സ്ട്രേറ്റ് ഫോർവേഡ് ഫുഡ്. അവനാണെങ്കിൽ ഈ നാട്ടിൽ ഒരു ചൊരപ്പും ഇല്ലാത്തോണ്ട് പാസ്റ്റയിലേ അവൻ പണിയോളൂ. അതിനകത്ത് വീത്തുന്ന ചീസിന്റെയും ബട്ടറിന്റെയും ക്രീമിന്റെ ക്വാണ്ടിറ്റി നിങ്ങൾ നോക്കിയാണ്. ഇനി ഇടിയമ്മീന്റെ ഇടിക്കട്ടയും കൂടെ ബാക്കിയുള്ളവ അതിനകത്ത് തിളക്കാനായിട്ട്. ചർമ്മം തിളങ്ങാൻ ചാണകം നല്ലതാണെന്ന് പറഞ്ഞാൽ ഇവന്മാരൊക്കെ വിശ്വസിക്കും. കൊളസ്ട്രോളിന് കൊച്ചുങ്ങളെ ഉണ്ടാക്കി കൊടുക്കുക ഓരോരോ കുത്തിക്കഴപ്പവന്റെയൊക്കെ. അയ്യോ, പിന്നെ ഇങ്ങേരി കറണ്ട് അടിച്ച് കരിഞ്ഞ കാക്കേരെ കൊണ്ട് ഇങ്ങനെ കൊണ്ട് കൊടുത്തു നോക്കിയാണ്. അങ്ങനെ അത് വെച്ച് ഉചിതമായ ഒരു ഓംലെറ്റ് ഉണ്ടാക്കി തരും. സ്ട്രീറ്റ് ഫുഡിന്റെ സ്വന്തം ദേശീയ കലാകാരാണ് ഇങ്ങേരി. ഇത്തവണ ലോകത്തെങ്ങും ഇല്ലാത്ത പുതിയ കോമ്പിനേഷൻ പാർലേജി ബിസ്ക്കറ്റ് വെച്ച് ഓംലെറ്റ്. പട്ടിക്ക് പോലും വേണ്ട പാർലേജി ബിസ്ക്കറ്റ്. പറയാം ഇതിനേക്കാളൊക്കെ എക്സൈറ്റിംഗ് പാർട്ട് എന്തെന്ന് വെച്ചാൽ ഈ കുഴിക്കണ്ടൻ കോമ്പിനേഷൻ എല്ലാം കണ്ട് വായം തുറന്ന് നിൽക്കാൻ ആൾക്കാരുണ്ടെന്ന്. ഇങ്ങനെ ശശി തരൂരിനെയും പിടിച്ച് ഒരു തട്ടി ഇരുത്തി കഴിഞ്ഞാൽ തലക്കനം കാണാൻ ഇങ്ങനെ തട്ട് താഴ്ന്നിരിക്കും. അത് ഇപ്പൊ ഒന്നും വേണ്ടെന്ന്. സെലിബ്രിറ്റി ആവണമെങ്കിൽ സിബ്